എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ കണ്ണൂർ എയർപോർട്ട് റദ്ദാക്കി. കണ്ണൂർ, കൊച്ചിൻ, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലെ യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണെന്നാണ് വിവരം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സജോ ദേവസ്യ, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാമുഖം എന്നിവർ ചേരുന്നു. ആദ്യം ചില യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ചെല്ലാം. അവർ സംസാരിക്കുകയാണ് പ്രതിഷേധ സൂചകമായി. ടിക്കറ്റ് എടുത്തിരുന്നാണ്. അപ്പോൾ അവർ പറയുന്നത് കണക്കൂട്ട് നാളെ വേണ്ടതാണ് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിസ നാളെ ക്യാൻസലാണ്. ഇന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ, പിന്നെ അവിടുന്ന് അവർ അതോറിറ്റി കൂട്ടിയപ്പോൾ നാളെ കൊണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഷെഡ്യൂൾ കണ്ടെത്താൻ നമ്മൾ യാത്ര അയക്കാം. അത്രയും നമ്മൾ ഇന്ന് അതായത് അർജൻറ്റായിട്ട് എത്തേണ്ടവരുണ്ട്. ഓൾ ഇന്ത്യ ലെവലിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിലല്ല. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നെയാണ് ഈ ക്രൂ ഇൻസിഡന്റ് ചെയ്യുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് സജോ ദേവസ്യ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അതുപോലെ കൊച്ചി വിമാനത്താവളത്തിൽ വിഷ്ണു സുരേഷ് ഉണ്ട്. തിരുവനന്തപുരത്ത് അലക്സ് റാമുഖം നമുക്കൊപ്പം ചേരും. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷമാണ് യാത്രക്കാർ അറിഞ്ഞത് ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന്. എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അവസാന നിമിഷം ഫ്ലൈറ്റ് പിടിച്ച് ഗൾഫ് നാടുകളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ചിലപ്പോൾ വിസ റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. വിസയുടെ കാലാവധി തീരുന്ന ദിവസമായിരിക്കും ചെന്നിറങ്ങുക. ഇതൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാഴ്ചയാണ്. അപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജീവനക്കാർ മിന്നൽ പണിമുടക്കം നടത്തുക, ഫ്ലൈറ്റുകൾ റദ്ദാക്കുക, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക. എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുന്നറിയിപ്പില്ലാതെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയത്. ഇതാണ് യാത്രക്കാരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയത്. 3 സർവീസുകൾ, അത് ഷാർജ, അബുദാബി, മസ്കറ്റ്, 3 സർവീസുകളിൽ ഏതാണ്ട് 450 യാത്രക്കാരാണ് യാത്ര നടത്തേണ്ടിയിരുന്നത്. അപ്പോൾ അതായത് പുലർച്ചയോടുകൂടി സർവീസ് നടത്തേണ്ട വിമാനങ്ങൾ, അതിൽ തന്നെ അർദ്ധരാത്രിയോടുകൂടിയും പുലർച്ചയും ഒക്കെ എത്തിയ യാത്രക്കാരാണ്. മുന്നറിയിപ്പില്ലാതെ റദ്ദാകുന്നു. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ ഇവിടെയുള്ള കമ്പനി പ്രതിനിധികൾ, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കമ്പനി പ്രതിനിധികൾ പറഞ്ഞൊരു കാര്യം, മിന്നൽ പണിമുടക്കാണ്. 2 മണിക്കൂർ മുൻപാണ് ക്രൂ ചെക്ക് ഇൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അത് മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. അവരുടെ മിന്നൽ പണിമുടക്കാണ്, രാജ്യവ്യാപക പ്രതിഷേധം എന്നാണ് അവിടെ ഇവർ വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അവർ പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിലൊരു ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ല. നമ്മളോട് തന്നെ സംസാരിച്ചൊരു യാത്രക്കാരൻ തന്നെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിസയുടെ കാലാവധി കഴിയുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്ന് അത് പുതുക്കാം എന്നാണ് കരുതിയിരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ ഇന്ന് കാലാവധി കഴിയും. അങ്ങനെ വരുമ്പോൾ പിന്നീട് പുതിയ വിസ വന്നതിന് ശേഷം മാത്രമേ യാത്ര സാധ്യമാവുകയുള്ളൂ എന്നാണ് അവർ ഉൾപ്പെടെ പറയുന്നത്. സാർ, എത്ര യാത്രക്കാരോളം ഉണ്ടായിരുന്നു ടോട്ടൽ? ഏകദേശം 3 ഫ്ലൈറ്റിലായിട്ട് 450ഓളം യാത്രക്കാരായിരുന്നു 3 ഫ്ലൈറ്റിലായിട്ട് ക്യാൻസലേഷനിൽ വിധിയായത്. അപ്പോൾ ഇതിൻ്റെ എയർ ഇന്ത്യയുടെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഉണ്ടായിരുന്ന താൽക്കാലികമായിട്ടുണ്ടായ ചെറിയ സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവർ മടങ്ങിയിട്ടുണ്ട്. അതെ, ടിക്കറ്റ് അപ്ഡേറ്റ് കൊടുക്കാനും ക്യാൻസലേഷന് വേണ്ടി അതും ചെയ്യാനും റീഫണ്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ സംഘർഷങ്ങളും പ്രശ്നങ്ങളും പെട്ടെന്ന് ആകുലതകളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ അവരെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഒരു വിഷമാവസ്ഥയുണ്ടായി. കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റി. അതിനുശേഷം അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് വിമാനത്താവള പോലീസാണ് നമ്മളോട് പ്രതികരിച്ചത്. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, പലപ്പോഴും ഈ യാത്രക്കാരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് വലിയ പ്രതിസന്ധി രൂപപ്പെടുകയാണ് ചെയ്തത്. കാരണം തൊഴിലിൻ്റെ ആവശ്യങ്ങൾ, അവർ കൃത്യമായ അവരുടെ ലീവ്, അവരുടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. നേരത്തെ വലിയ തോതിൽ ആളുകൾ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. നിലവിൽ അവരുടെ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധ സാഹചര്യമില്ല. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് അടക്കം ഇടപെട്ടൊരു മധ്യസ്ഥ ചർച്ച നടത്തി. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത ദിവസത്തേക്ക് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം എന്ന ഉറപ്പാണ് യാത്രക്കാർക്ക് നൽകിയത്. കാരണം അത് ഇവിടെ എത്തി യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് വിമാനത്താവളത്തിൽ എത്തിയതിന് ശേഷം അന്വേഷിക്കുമ്പോഴാണ് ക്യാൻസലേഷൻ വിവരം അറിയുന്നത്. അതിൽ തന്നെ അവർ പറയുന്ന ഇവിടെയുള്ള ജീവനക്കാർ, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ജീവനക്കാർ പറഞ്ഞത് തങ്ങൾ നിസ്സഹായരാണ്. ഇങ്ങനെ 2 മണിക്കൂർ മുമ്പ് മാത്രമാണ് ക്രൂ ചെക്ക് ഇൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അപ്പോൾ മാത്രമാണ് ഇത് മിന്നൽ പണിമുടക്ക് സംബന്ധിച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ബദൽ ക്രമീകരണം ഒരുക്കുക സാധ്യമല്ല എന്നടക്കം വിശദീകരിച്ചു. അതിനുശേഷമാണ് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകും. അതായത് ഏറ്റവും തൊട്ടടുത്ത യാത്രാ ദിവസത്തിലേക്ക് ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് നൽകാം. അതല്ലാത്തവർക്ക് റീഫണ്ട് എന്ന ഉറപ്പ് പോലീസിൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ നടത്തി. അതിനുശേഷമാണ് ഇവിടെയുള്ള യാത്രക്കാർ മുഴുവൻ പിരിഞ്ഞു പോയത്. അതിൽ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായതാണ് ആളുകളെ സംബന്ധിച്ച് വലിയ അവരുടെ പ്രതിഷേധത്തിൻ്റെ ചൂട് വർദ്ധിപ്പിച്ചത്. പലപ്പോഴും ആ കാര്യത്തിലുള്ള തൽക്കാലത്തേക്കെങ്കിലും ആ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ യാത്രക്കാർക്കുണ്ടായ വലിയ പ്രതിസന്ധി, ബുദ്ധിമുട്ട് എന്നത് അപരിഹാര്യവുമാണ്. SKN.
ഓക്കെ, താങ്ക് യു. സജോ ദേവസിയാണ് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും ഈ പെട്ടെന്ന് പ്രഖ്യാപിച്ച സമരം തുടരുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. മാത്രമല്ല, ഓർക്കാപ്പുറത്ത് പ്രഖ്യാപിച്ച ഈ പ്രതിഷേധ സമരം കൊണ്ട് നമ്മുടെ യാത്രക്കാർ അക്ഷരാർത്ഥത്തിൽ വലഞ്ഞിരിക്കുകയാണ്. ജീവനക്കാർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. എന്നാൽ യാത്രക്കാർ വലയുക എന്ന് പറഞ്ഞാൽ പലരുടെയും ജോലി തന്നെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, തിരുവനന്തപുരത്തും സമരം ശക്തമാണോ? ജീവനക്കാരും ജോലി കയറിയിട്ടില്ല, സർവീസുകൾ ക്യാൻസൽ ചെയ്തു. ഈ അവസ്ഥയാണോ അവിടെയും? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. തീർച്ചയായും തിരുവനന്തപുരത്തും ഇന്നലെ രാത്രി മുതൽ സമാനമായ അവസ്ഥയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഏതാണ്ട് 4 വിമാനങ്ങൾ, അത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 4 വിമാനങ്ങൾ, ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾക്ക് പറക്കേണ്ടിയിരുന്ന വിമാനങ്ങളാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ റദ്ദാക്കിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 600ഓളം യാത്രക്കാരാണ് വലഞ്ഞത്. നമുക്കറിയാം വിദേശത്തേക്ക് പോകുന്നവർ എന്തിനാണ് പോകുന്നത്? അവർ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ പോകുന്നവരാണ്. ജോലിക്കും പഠനത്തിനും വിദ്യാഭ്യാസത്തിനും ഒക്കെയായി കടൽ കടക്കുന്നവരാണ് അവർ സ്വാഭാവികമായി ഒരു അവസാന നിമിഷത്തിലായിരിക്കും ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്, അതിനുവേണ്ടി എത്തുന്നത്. അങ്ങനെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരാണ് അങ്ങേയറ്റം വലഞ്ഞതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു മുന്നറിയിപ്പ് അവർക്കുണ്ടായിരുന്നില്ല. അവിടെ എത്തിയതിനു ശേഷം, വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം തന്നെ അറിയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്നത്, അതായത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാർ നടത്തുന്ന മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയതെന്നുള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗികമായി പറയുന്ന വിശദീകരണമല്ല. ഇത് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം പറയുന്നതാണിത്. ഈ കാര്യം, അതായത് ഈ വിമാനം അവിടെ നിന്ന് പറക്കുന്നതിന്റെ ഏതാണ്ട് 2-3 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ജീവനക്കാർ, ക്രൂ മെമ്പർമാർ മിന്നൽ പണിമുടക്ക് നടത്തുന്ന വിവരം പുറത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് കഴിയുമ്പോഴാണ് ഈ വിമാനം റദ്ദാക്കുന്നത്. ഇതിൽ നിലവിൽ അധികൃതർ നൽകുന്ന വിശദീകരണം, ഈ വിമാനം റദ്ദാക്കിയതിൽ അതായത് ടിക്കറ്റുകൾ അടുത്ത ദിവസങ്ങളിൽ റീഫണ്ട് ചെയ്ത് നൽകാം, അടുത്ത ദിവസങ്ങളിൽ ആ ടിക്കറ്റുകൾ പുനഃക്രമീകരിക്കാം എന്നൊരു ഉറപ്പാണ് യാത്രക്കാർക്ക് നൽകിയത്. ഇന്നലെ രാത്രി മുതൽ വലിയ പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഉണ്ടായിരുന്നു. രാത്രി 10:30 പറക്കേണ്ടിയിരുന്ന ദുബായ് വിമാനം, അതിനുശേഷം പുലർച്ചെയൊക്കെ ഉണ്ടായ 3 വിമാനങ്ങളൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ പ്രതിഷേധത്തിലായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലും യാത്രക്കാർ. പോലീസും അതുപോലെ എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ചേർന്നാണ് അവരെ ഒരുവിധമെങ്കിലും പറഞ്ഞു നിർത്തിയത്. എന്താണെങ്കിലും ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടൽ കിടക്കേണ്ടവരാണ്. അവർക്ക് പലവിധ കാര്യങ്ങളുണ്ട്. അത് വിസ ക്യാൻസലേഷന്റെ പ്രശ്നങ്ങളുണ്ട്, അതല്ല ജോലിക്ക് അവിടെ ജോയിൻ ചെയ്യുന്ന ദിവസത്തിന്റെ പ്രശ്നമുണ്ട്. അതൊന്നും അവിടെ അധികൃതരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് യാത്രക്കാർ വിശദീകരിക്കുന്നത്. അത് സ്വാഭാവികമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണിമുടക്ക് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നത്തെ യാത്രയും ആശങ്കയിലാകും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റു വിമാനങ്ങൾ ഒരുപക്ഷെ റദ്ദ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വലിയ ദുരിതത്തിലായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏതാണ്ട് 600ഓളം യാത്രക്കാർ. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പണിമുടക്ക് മൂലം കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള 6 എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നും റാസ് അൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റിൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഒരുപാട് യാത്രക്കാർ വലയുകയാണ്. ഇനി കൊച്ചിയിലേക്കാണ്. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഓർക്കാപ്പുറത്ത് പ്രഖ്യാപിച്ച ഈ പ്രതിഷേധ സമരം മൂലം വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. യാത്രക്കാർ വല്ലാതെ വെട്ടിലായോ? പറയൂ. അസ്കേൻ, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെയാണ് നെടുമ്പാശ്ശേരിയിൽ ഇത്തരത്തിൽ വിമാനങ്ങൾ, എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ റദ്ദ് ചെയ്തത്. യാത്രക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടു. 4 മണിയോടുകൂടി ചെക്ക് ഇൻ ചെയ്യാനെത്തിയ ആളുകളാണ് പെട്ടെന്ന് വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം അറിയുന്നത്. നിലവിൽ മസ്കറ്റിലേക്കും അതോടൊപ്പം ബഹറിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒപ്പം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ട 4 വിമാനങ്ങളും റദ്ദ് ചെയ്തതായി നിലവിൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഷാർജ വിമാനം, മസ്കറ്റ് വിമാനം, ബഹ്റൈൻ വിമാനം, ദമാം വിമാനം, ഇങ്ങനെ 4 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തേണ്ടതാണ്. ഈ 4 വിമാനങ്ങളും റദ്ദ് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു വെളുപ്പിനോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ ഒരല്പത്തെ അയഞ്ഞിട്ടുണ്ട് പ്രതിഷേധം. പ്രധാനമായും നാളെയും മറ്റന്നാളുമായി യാത്ര പുനഃക്രമീകരിക്കാം എന്നൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാർ അല്പം ശാന്തമായത്. പക്ഷേ അപ്പോഴും പ്രധാന പ്രതിസന്ധി നിൽക്കുന്നത്, ഇത്തരത്തിലൊരു പണിമുടക്കോ അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് യാത്രക്കാരെ അറിയിക്കേണ്ട ഒരു മര്യാദ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അത്തരത്തിലൊരു മര്യാദ ഉണ്ടായില്ല. പല ആളുകളും ദൂരദേശങ്ങളിൽ നിന്നുൾപ്പെടെ എയർപോർട്ടിലേക്ക് എത്തിയ ആളുകളാണ്. അവർക്ക് ഏറെ, അതായത് ഇന്നലെ രാത്രിയോടുകൂടി എത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും കടുത്ത നിരാശയിലും പ്രതിഷേധത്തിലുമാണ്. നിലവിൽ പ്രതിഷേധത്തിന് ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട്. 6 വിമാനങ്ങളാണ് ആകെ മൊത്തം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ റദ്ദ് ചെയ്തത് എയർ ഇന്ത്യയുടെ. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പണിമുടക്ക് മൂലം കോഴിക്കോട് കരിപ്പൂരിൽ ഇന്ന് രാവിലെ 8 മണി മുതലുള്ള 6 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയെന്നാണ് അറിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ ബിൻ കരീം ടെലിഫോണിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം. റദ്ദാക്കിയ വിമാനങ്ങൾ ഏതൊക്കെയാണ്?
ഇന്ന് പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് കരിപ്പൂരിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ? എസ്.കെ.എൻ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 6 എയർ ഇന്ത്യ വിമാനങ്ങളാണ് നിലവിൽ റദ്ദാക്കിയതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് കരിപ്പൂരിൽ നിന്നും റാസൽ ഖൈമ, പിന്നെ ദുബായ്, ജിദ്ദ, ദോഹ, ബഹ്റൈൻ, കുവൈത്ത് എന്നീ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങളാണ് നിലവിൽ റദ്ദ് ചെയ്തുകൊണ്ട് രാവിലെ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം വരെയുള്ള സമയങ്ങളിൽ പോകേണ്ട വിമാനങ്ങളാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 8 മണിക്കുള്ള ഫ്ലൈറ്റിലുള്ള യാത്രക്കാരൊക്കെ തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഈ മുടങ്ങിയ കാര്യം അറിയാതെ തന്നെ എത്തിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ നിലവിൽ പ്രതിഷേധത്തിനോ മറ്റൊന്നും കാര്യങ്ങളിലേക്കൊന്നും തന്നെ യാത്രക്കാർ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ രാത്രിയിൽ 2 വിമാനങ്ങൾ വൈകിയാണ് പുറപ്പെട്ടതെന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ രാത്രി റദ്ദായ വിവരങ്ങളോ തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ യാത്രക്കാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ അറിയിക്കാതെയാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഓർക്കാപ്പുറത്തുണ്ടായ പ്രതിഷേധ സമരം മൂലം യാത്രക്കാർ വല്ലാതെ വലഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം പല ആളുകളും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാന നിമിഷം ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് അവർ ജോലിക്ക് ഹാജരാവുകയാണ് പതിവ്. ഇന്ന് ജോലിക്ക് കയറേണ്ട പല ആളുകളുണ്ടാകും, വിസയുടെ ഡേറ്റ് തീരുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ക്ലേശങ്ങൾ ഈ ഓർക്കാപ്പുറത്തെ സമരം കൊണ്ട്, പ്രതിഷേധം കൊണ്ട് ഉണ്ടായിക്കാണും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഈ ജീവനക്കാർ ഈ ഓർക്കാപ്പുറത്ത് സമരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം വിമാന കമ്പനികളിൽ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മടി കാണിക്കും എന്ന് അവരറിയുന്നില്ല.